യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ പ്രഭാതത്തിൽ തന്നെ ദൈവവചനം കേൾക്കാൻ ആഗ്രഹത്തോടെ, അതിനേക്കാൾ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് വരുന്നത്, പ്രാർത്ഥിക്കുന്നത്. ചിലരെങ്കിലും ഈ വചനം കേട്ടു, പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യം നടന്നില്ലല്ലോ, എൻ്റെ കാര്യം ശരിയായില്ലല്ലോ എന്ന് ചിന്തിച്ച് ഈ വചനം കേൾക്കാതെയും പ്രാർത്ഥിക്കാതെയൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ കേൾക്കുന്നില്ല, ഇനി ഞാൻ കാണുന്നില്ല, ഇനി ഞാൻ കേൾക്കുന്നില്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില ദുഃഖങ്ങളിലായിരിക്കും അങ്ങനെ ചിന്തിച്ചത്. സാരമില്ല, മനുഷ്യൻ ദുഃഖം വരുമ്പോൾ കാട് കയറി ചിന്തിക്കും, ചിലപ്പോൾ റോങ്ങായി ചിന്തിക്കും, ദേഷ്യത്തിൽ ചിന്തിക്കും, പിണക്കത്തിൽ ചിന്തിക്കും. അത് മാനുഷികമാണ്. വിഷമിച്ചിരിക്കുന്നവരുണ്ടോ? പ്രാർത്ഥന നിർത്തിയവർ, പ്രാർത്ഥന ഉപേക്ഷിച്ചവർ, വചനം കേട്ടു ഇനി കേൾക്കുന്നില്ല എന്ന് ചിന്തിച്ചവർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വചനം കേൾക്കാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാണ്. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ വചനം കേൾക്കാത്ത, അതിഷ്ടമില്ലാത്ത, അതിവിടെ വച്ചേക്കരുത്, കണ്ടേക്കരുത്, കേട്ടേക്കരുത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കാതിരിക്കുകയില്ല. ഒരു സമയത്ത് ദൈവം നിങ്ങളെ തൊടാതിരിക്കുകയില്ല. കാര്യങ്ങൾ മാറി മറിഞ്ഞു വരും. ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് വചനം കേൾക്കാം. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനം ഓരോ തരത്തിൽ അനുഗ്രഹമാണ്. ഓരോ തരത്തിൽ അത് ഓരോ മനുഷ്യനോടും സംസാരിക്കുന്നതാണ്. ഓരോ മനുഷ്യർക്കുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ്. അബ്രഹാമിനെ വിളിക്കുന്ന ഭാഗമാണ്. അത് എന്തിനാണോ വീണ്ടും വീണ്ടും പറയുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ വാക്യം ഒന്ന് വായിക്കുകയാണ്. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഇപ്പോൾ അബ്രഹാം കേട്ടതെന്നതാണ്? ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ് കേട്ടത്. ആ വചനം കേട്ട ഒരൊറ്റ കാര്യം, 1-ാമത്തെ വാക്യം, 2 മുതൽ ആ കേട്ടതിലൂടെ വന്ന അനുഗ്രഹമാണ് എഴുതിയിരിക്കുന്നത്. കേട്ടത് ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതിലൂടെ വന്ന അനുഗ്രഹങ്ങളൊന്ന് കേട്ടെ. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും. വലിയ എന്നൊരു വാക്കുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് ഞാനിത് പറയാം. നിങ്ങളെ ദൈവം വലിയൊരു ജനതയാക്കും, വലിയൊരു അനുഗ്രഹത്തിലേക്ക് നയിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ അരികിലുണ്ടെന്ന് വിശ്വസിച്ചേ. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് എൻ്റെ കുടുംബത്തിന് അകത്തുണ്ട്. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് എൻ്റെ അരികിലുണ്ട്, എൻ്റെ അടുത്തുണ്ട്. ദൈവം അബ്രാഹത്തോട് പറയുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അതേ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ദൈവവചനത്തിലൂടെ, അത് കേൾക്കുന്നതിലൂടെ, അത് അയച്ചു കൊടുത്തതിലൂടെ, അത് ധ്യാനിച്ചതിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ, ശുശ്രൂഷയെ, സമർപ്പണ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. സർവശക്തൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവും, അനുഗ്രഹിക്കും. നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും. നിൻ്റെ പേര്, ആ അനുഗ്രഹം നിൻ്റെ പേരിൽ വരും. നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവവചനം കേൾക്കുന്ന ഒരാൾ ശാപമായിരിക്കുകയില്ല. അത് ആ വ്യക്തി, ആ കുടുംബം ആർക്കൊക്കെയോ അനുഗ്രഹമായി മാറും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ,
നിങ്ങളോടൊപ്പം പഠിച്ചവരുടെ ഗ്രൂപ്പിലൊക്കെ ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ ആ വചനം അവർ കേൾക്കാൻ ഇടയാകുമ്പം നിങ്ങളിലൂടെ ആരൊക്കെയോ അനുഗ്രഹമാവുകയാണ്. ഏതൊക്കെയോ കുടുംബങ്ങൾ നിങ്ങളൊരു അനുഗ്രഹമാവും, അവർക്കും കൂടെ നീ ഒരു അനുഗ്രഹമായിരിക്കും. മൂന്നാമത്തെ വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹമാകും. അവിടെ ഒരു വാക്ക് കേട്ടോ, നിന്നിലൂടെ. ആരിലൂടെ? ആരിലൂടെയും അല്ല, എങ്ങനെയേലും നടന്ന ഒരാളിലൂടെ അല്ല, വിമർശിച്ച് കുറ്റവും പറഞ്ഞ് നടന്ന ഒരാളിലൂടെ അല്ല, എല്ലാത്തിനും പരിഹസിച്ച് നടന്ന ഒരാളിലൂടെ അല്ല, ദൈവവചനം കേട്ട ആ വ്യക്തിയിലൂടെ, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഒരമ്മ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ, ഒരു യുവാവ്, യുവതി, മകൻ, മകൾ, കുഞ്ഞുങ്ങളെന്ന നിലയിൽ നിങ്ങൾ വചനം കേൾക്കുന്ന ഒരാളാണോ? ആ വചനത്തെ സ്വീകരിക്കുന്ന ഒരാളാണോ? നിന്നിലൂടെ. ഇന്ന് കാര്യം ഭംഗിയായി നടക്കുന്നില്ല, ഇന്ന് കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, ഇന്നെല്ലാം തലതിരിഞ്ഞ രീതിയിലൊക്കെയാണ് പോണത്. സാരമില്ല, വചനം കേട്ട നിന്നിലൂടെ ആരൊക്കെയോ, ഭൂമുഖത്തുള്ള എല്ലാവരും ഒന്ന് 4 പേരല്ല, 40 പേരല്ല, 400 പേരല്ല, ഭൂമുഖത്തുള്ള സകല വംശങ്ങളും അനുഗ്രഹമാകും. ആ വാക്ക് പറയാനാ ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. നിന്നിലൂടെ. ആരിലൂടെ? ഇതൊക്കെ എന്നാത്തിന് കൊള്ളാം, ഇതൊക്കെയാണോ വചനം, ഇതൊക്കെയാണോ പ്രസംഗം എന്ന് പറയുന്ന ഒരാളിലൂടെയല്ല, നിന്നിലൂടെ. ഞാനിങ്ങനെ ഓർക്കുവാണ്, ഇവിടെ ഇരിക്കുന്ന എന്നെ കാണുന്ന ഭർത്താക്കന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറും. വചനം കേൾക്കുന്ന ഓരോ ഭാര്യയോടും പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണോ, നിങ്ങൾ ആ ജോലി സ്ഥലത്ത് നിങ്ങളൊരു അനുഗ്രഹമാവും. നിങ്ങളൊരു അധ്യാപകനാണോ, നിങ്ങൾ വചനം കേൾക്കുന്ന ഒരു അധ്യാപകനാണോ, നിങ്ങളിലൂടെ ആ സ്കൂൾ അനുഗ്രഹമാകും. നിങ്ങൾ ഒരു ബാങ്ക് ജോലി ചെയ്യുന്ന ഒരാളാണോ, നിങ്ങളിലൂടെ ആ ബാങ്ക് അനുഗ്രഹമാകും. ആ ഭൂമുഖത്തുള്ളവരെല്ലാം നിന്നിലൂടെ, പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ. ഞാനിങ്ങനെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന, സാധാരണ ജോലി ചെയ്യുന്ന, ക്ലീനിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാൾ, പക്ഷെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ മുതലാളി പറയുക, നീ പോകണ്ട, നിനക്ക് കുറച്ചുകൂടി ഒരു നല്ല ജോലി തരാം, ഇവിടെ തന്നെ നീ നിൽക്കണം, നീ പോകണ്ട, നീ വന്നേ പിന്നെയാ ഈ ഹോട്ടലൊന്ന് ഉയർന്നു വന്നത്, നീ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആ മനുഷ്യൻ പറയും, എന്നെ എന്തിനാ മനുഷ്യൻ പിടിച്ചു നിർത്തിയത്? എന്നേക്കാൾ 100 കണക്കിന് ആൾക്കാരെ അദ്ദേഹത്തിന് അറിയാം. അയാളൊരു ഇൻ്റർവ്യൂ വെച്ചാൽ 100 പേര് വരാനുണ്ട്, ഇനി എന്നെ എന്തിനാ പിടിച്ചു നിർത്തിയേ? അയാൾക്ക് തോന്നുകയാ, പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന അയാളിലൂടെ ആ സ്ഥാപനത്തിൽ എന്തോ നന്മയുണ്ടെന്ന്. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ചില നന്മകളുണ്ടാകും. നിന്നിലൂടെ നിൻ്റെ വീടിനകത്തൊരു അനുഗ്രഹം ഉണ്ടാവും. നിന്നിലൂടെ നമ്മളിപ്പോൾ കൈ കൊടുക്കുന്ന ഒരാൾ, നമ്മൾ ചുമ്മാ കൈ കൊടുക്കുക പോവുകയാണ്, അല്ല, ആ കൈ കൊടുത്തതിലൂടെ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നമ്മളൊരാളുടെ വീട്ടിൽ കയറി ചെന്ന് പ്രാർത്ഥിച്ചു, വീട്ടിൽ കയറി ചെന്ന് പ്രാർത്ഥിച്ചതിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നമ്മൾ കീശയിൽ നിന്ന് എടുത്തൊരു 10 രൂപ കൊടുത്തു, ഇത് നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. ആ കൊടുത്ത 10 രൂപയിലൂടെ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലൂടെ, ഒരാൾക്ക് വചനം അയച്ചു കൊടുത്തതിലൂടെ, ഒരാളോട് സംസാരിച്ചതിലൂടെ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതിലൂടെ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെ എഴുതിയിട്ടുണ്ട്. ആ വാക്ക് പറയാനാണ് ഇന്ന് പ്രസംഗിച്ചത്. ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലോ നിയോഗ പ്രാർത്ഥനയിലോ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ ഈ വാക്കിന് ഞാൻ ഇത്രയും ഗൗരവം കൊടുത്ത് പ്രസംഗിച്ചിട്ടില്ല. നിന്നിലൂടെ, പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ, വചനം കേട്ട നിന്നിലൂടെ, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന നിന്നിലൂടെ, ആ വചനം എഴുതി വെച്ച നിന്നിലൂടെ, ആ വചനം അയച്ചു കൊടുത്ത നിന്നിലൂടെ, ആ വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുത്ത നിന്നിലൂടെ, ആ വചനം കേൾക്കാൻ ഓരോ സമയത്തും വില കൊടുത്ത് എഴുന്നേറ്റ നിന്നിലൂടെ 4 പേരല്ല, 40 പേരല്ല, 400 പേരല്ല, ഭൂമുഖത്തുള്ള സകലരും അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ അരികിലുണ്ട്. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ ഭവനത്തിലുണ്ട്. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം എന്നെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശനിയാഴ്ച ദിവസം ഈ കേട്ട വചനത്തിലൂടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തോടുള്ള ബന്ധം അനുഗ്രഹമാകട്ടെ. ദൈവസ്നേഹത്തിൽ വളരാൻ കഴിയട്ടെ. ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ ഇടവരട്ടെ.
കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഈ വചനം കേട്ട വ്യക്തികളെ, ഈ വചനം അയച്ചു കൊടുത്തവരെ, ഈ വചനം സ്വീകരിച്ചവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തിൻ്റെ ഗേറ്റിൽ പോലും വരത്തില്ല, ഗേറ്റിൻ്റെ അടുത്ത് പോലും വരില്ല, ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല എന്ന് പറഞ്ഞ 91-ാം സങ്കീർത്തനത്തിൻ്റെ വചനത്തിലൂടെ അനുഗ്രഹിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ വചനത്തിൻ്റെ അനുഗ്രഹവും എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഉണ്ടാകട്ടെ. ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കട്ടെ. ഈ വചനത്തിൻ്റെ സഹായം എനിക്കും ലഭിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് വരിക, അതൊരു അനുഗ്രഹമാണ്. ഒരുപാട് പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളും ആ കൂട്ടത്തെ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. നാളെ ഞായറാഴ്ചയാണ്. ഒരുമിച്ച് വചനം കേൾക്കാം, പ്രാർത്ഥിക്കാം. കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായ വിധത്തിൽ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ആമേൻ.